ഏതൊരു തൊഴിൽ, സിനിമയെന്നല്ല മറ്റേതൊരു തൊഴിലിടത്തിലും ഒരു പെണ്ണിന് പ്രശ്നം വരുമ്പോൾ പെണ്ണ് അവളോടൊപ്പം നിൽക്കുന്നില്ല. ആണുങ്ങൾ നിൽക്കുന്നില്ല എന്നുള്ളത് പോട്ടെ, പെണ്ണുങ്ങൾ നിൽക്കുന്നില്ല. പെണ്ണുങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം. അങ്ങനെ നമുക്കിവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. 1982 ഞാൻ ഈ പറഞ്ഞ എനിക്കൊരു പ്രശ്നമുണ്ടായപ്പോൾ അന്ന് എത്ര പുറകിലായിരുന്നു. പക്ഷെ അന്നും എനിക്കങ്ങനെ പ്രതികരിക്കണം എന്ന് തോന്നിയത്, ഈ ജോലി ഇല്ലെങ്കിൽ ഞാൻ മറ്റൊരു ജോലി ചെയ്ത് ജീവിച്ചു കൊള്ളാം, അങ്ങനെ ഒരു ഇതെടുക്കാൻ പറ്റുമല്ലോ. അല്ല, പക്ഷെ ആ ഒരു സ്റ്റാൻഡിൽ ഒരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ ഒരു തൊഴിൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് വേണ്ടി അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കും. ആ സ്വാതന്ത്ര്യം ഉണ്ടാക്കാൻ ധൈര്യമില്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം ആരെങ്കിലും തരുന്നതാണോ? ആരും ഒന്നും ഇവിടെ തരണ്ട. ഇവിടെ എല്ലാം പോളിസി ചേഞ്ച് ആണ് വേണ്ടതെന്ന് WCC വാദിക്കുമ്പോൾ ആ ഒരു പോളിസി ചേഞ്ചിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പോളിസി ചേഞ്ച് ഇവിടെ വരണമെങ്കിൽ ആരാണ് ഇതിനു വേണ്ടി ശ്രമിക്കേണ്ടത്? നമ്മൾ തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അത് ആരോ നമുക്ക് കൊണ്ട് തരണം എന്നല്ല വിചാരിക്കേണ്ടത്. നമ്മൾ തന്നെ സ്വയം തീരുമാനിക്കണം. ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്നിരിക്കുന്നത് എന്തിനാണ്? ഞാനിവിടെ എനിക്കിഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യാനാണ്. അത് ഏത് മേഖലയും ആയിക്കോട്ടെ, അല്ലേ? അപ്പം ആ ജോലി ചെയ്യുന്നിടത്ത് എനിക്ക് തടസ്സമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന കരച്ചിലും നിലവിളിയും ബഹളവും ഒന്നുമില്ലാതെ വളരെ ബുദ്ധിപൂർവ്വം അതിനെ ഡീൽ ചെയ്യാൻ പറ്റണം എന്നേ ഞാൻ പറയുന്നുള്ളൂ. അത് ഇനിയും ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞുള്ളൂ. പക്ഷേ അതിലൊന്നും കൂടെ ചേർക്കാനുള്ളത്, ഇപ്പോൾ WCC ഒരു പോളിസി ചേഞ്ചിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഒരു കമ്മിറ്റിയെ നിയമിക്കുന്നത്. ആ കമ്മിറ്റി കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോഴാണ് നമ്മുടെ ഈ ഡിസ്കഷൻ പോലും ഉണ്ടായത്. ഇതൊരു മാറ്റത്തിൻ്റെ ഒരു കാര്യമാണ്, ഒരു മാറ്റം അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ ഭാഗ്യലക്ഷ്മി വാദിക്കുന്നത് WCC ചെയ്യേണ്ട ചില പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പോൾ സ്ത്രീകളെ പല കാര്യത്തിലും അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്, ഒരു സംഘടനാ സംവിധാനം ഇങ്ങനെയൊക്കെയാണ് വേണ്ടതെന്നുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. പക്ഷേ ഈ സംഘടന ചെയ്യുന്നത്, WCC ചെയ്യുന്നത് ചില മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നു. കാരവാൻ സംഘടനയെന്നോ അല്ലെങ്കിൽ കാരവാനകത്ത് നിന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോഴും ചില പോളിസി ചേഞ്ചസ് അവർക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അവർ ചെയ്യുന്നു എന്നാണ് WCC പറയുന്നത്. അത് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു പല പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഘടനയായിട്ട് പരുവപ്പെട്ടിട്ടുണ്ടാവില്ല. അതിനൊരു സംഘടിത രൂപം ഉണ്ടാവില്ല, ഒരു പ്രസിഡന്റ് സെക്രട്ടറിക്ക് ഉണ്ടാവുന്നില്ല. അങ്ങനെ അല്ലാതെയും പോളിസി ചേഞ്ചസ് ചെയ്തുകൂടെ? അങ്ങനെയും നമുക്ക് പ്രവർത്തിച്ചുകൂടെ? നിങ്ങളോട് ആരാ പറഞ്ഞത് WCC ആണ് ഇത് ഇങ്ങനെ കൊണ്ടുവരാൻ? ഇവിടെ ഈ തീപ്പൊരി കത്തിച്ചത് ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം? നടി ആക്രമിക്കപ്പെട്ടതും മഞ്ജു വാര്യർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ വാക്കിൽ നിന്നാണ് ഇത് ഉണ്ടാവുന്നത്, അല്ലാതെ WCC ഉണ്ടാക്കിയതല്ല. ഈ WCC എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെയുള്ള എൻ്റയർ ഇൻഡസ്ട്രിയെ അവർ ശത്രുപക്ഷത്താണ് അവർ നിർത്തിവെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല ഇത് കൊണ്ടുപോകേണ്ടത്. ഇത് കാലാകാലങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു മേഖലയാണിത്. ഇത് ഒരുപാട് നല്ല സിനിമകളും ഒരുപാട് നല്ല സംവിധായകരും ഒരുപാട് നല്ല നിർമ്മാതാക്കളും എല്ലാം കാലാകാലങ്ങളായിട്ട് ഇവിടെ ചരിത്രം സൃഷ്ടിച്ച ഒരു മേഖലയാണിത്. ആ മേഖലയിൽ കാലാകാലങ്ങളായിട്ട് ചില ശീലങ്ങളും ചില കീഴ്വഴക്കങ്ങളിൽ കൂടി പോയിട്ടുണ്ട്. ഇവിടെ ഒന്നും നിങ്ങളാരും വിചാരിക്കുന്ന മാതിരി ഇവിടെ എല്ലാവരും പെർഫെക്റ്റ് ആണെന്നോ ഇവിടെ എല്ലാവരും നല്ലവരാണെന്നോ എന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ട്. ഈ ഇടക്കാലത്ത് വന്ന ഒരു വ്യക്തിയുടെ വിഷയം തന്നെ ഒരാൾ വന്ന് പറയുകയാണ്, ആ നടിയോട് പറയുന്നു, ആ സംവിധായകൻ നിങ്ങളോട് അങ്ങോട്ട് കിടക്കമുറിയിൽ ചെല്ലാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ നടി പറയുന്ന അയാൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ ആരാണ് വൃത്തികെട്ടത്? ആ വന്ന് പറഞ്ഞ ആ സംവിധായകൻ അങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പം ഇത്തരം വൃത്തികെട്ട ആളുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? എൻ്റെ ആ ഒരാളുകളെ അങ്ങോട്ട് മാറ്റി നിർത്തി ഇനി ഞങ്ങൾ ഇത് എടുത്ത് ഭരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടെ ആർക്കും ശത്രുവാക്കി നിർത്താൻ പറ്റില്ല. ഇതൊരു കൂട്ടായ തൊഴിൽ മേഖലയാണ് സിനിമ എന്ന് പറയുന്നത്. ഇവിടെ സ്ത്രീകളും വേണം പുരുഷന്മാരും വേണം. ഇതിനിടയിൽ ചില പുഴുക്കുത്തുകൾ ഉണ്ടാവും. അവരെ കറക്റ്റായിട്ട് തിരഞ്ഞെടുത്ത് വെളിയിൽ കളയാനുള്ളൊരു ശ്രമം, ആ ശ്രമം വേണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ അറ്റ് പ്രസൻ്റ് ഉള്ള എല്ലാ സംഘടനകളുമായി ഒരുമിച്ചിരുന്ന് ഒരു മീറ്റിംഗ് നടത്തണം. അത് പ്രൊഡ്യൂസേഴ്സ് ആവട്ടെ, ഇവിടെ ഏറ്റവും അധികം ഒരു സ്റ്റാർഡം എന്ന് പറയുന്നൊരു സമ്പ്രദായം ഇവിടെ ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം? ഈ പറയുന്ന സംഘടനകളല്ല, അമ്മയോ ഫെഫ്കയോ ഒന്നുമല്ല. അങ്ങനെ ഒരു സ്റ്റാർഡം എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നവർ യഥാർത്ഥത്തിൽ ഫാൻസ് എന്ന് പറയുന്നവരും അതേപോലെ തന്നെ തിയേറ്റർ,
ഇന്ന നടന് ഇത്രയേറെ, അയാളുടെ സിനിമ ഇങ്ങനെ ഓടും, അപ്പം അയാൾക്കാണ് വാല്യൂ, അയാളുടെ സിനിമയാണെങ്കിൽ ഞങ്ങൾ എടുത്തുകൊള്ളാം. പക്ഷെ അങ്ങനെ ഒരു മാർക്കറ്റ് സ്ത്രീക്കില്ല. അത്തരം കാര്യങ്ങൾ കുറച്ചുകൂടെ സൗഹൃദപരമായി ഗൗരവത്തോടുകൂടി ഇരുന്ന്, ഒരു രാഷ്ട്രീയ ചർച്ചകൾ പോലും അങ്ങനെയല്ലേ, സർവകക്ഷി യോഗം, ഒരു ഇതിനകത്തൊരു വളരെ ഇതായിട്ടുള്ളൊരു നിർണായകമായ ഒരു പ്രശ്നം വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? എല്ലാവരും ഒരുമിച്ചിരുന്ന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? കോൺഗ്രസിൻ്റെ അഭിപ്രായം ചോദിക്കുന്നു, BJP യുടെ അഭിപ്രായം ചോദിക്കുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാവരുടെ അഭിപ്രായം ചോദിക്കുന്നു എന്ന് പറഞ്ഞ മാതിരി കുറച്ചുകൂടി സൗഹൃദപരമായി, കുറച്ചുകൂടി ഗൗരവത്തോടെ എല്ലാവരും വിളിച്ചിരുത്തി അങ്ങനെ ഒരു ഇത് ചർച്ച ഇവിടെ നടക്കണമായിരുന്നു. അങ്ങനെ നടന്നിട്ടില്ല. പക്ഷേ അതിന് മുമ്പ് ഒരു ചർച്ചയിൽ ഇടപെട്ട് സംസാരിക്കാൻ ക്ഷമിക്കുക. അമ്മയ്ക്കകത്ത് വന്നിട്ട് പ്രശ്നങ്ങൾ പറയുന്ന സമയത്താണ് കൂകി വിളി ഉണ്ടായതും പുറത്തിറങ്ങിയിട്ട് പല അംഗങ്ങളും രാജിവെച്ച് പോവുകയൊക്കെ ചെയ്തത്. WCC കുറച്ചുകൂടെ ഊർജിതമായി ഈ കാര്യത്തിൽ അവരുടെ രാജിയൊക്കെ രേഖപ്പെടുത്തുകയും ഫേസ്ബുക്കിൽ എഴുതുകയൊക്കെ ചെയ്തത് അമ്മയ്ക്കകത്ത് നടന്ന മീറ്റിങ്ങിനകത്തുള്ള സംസാരത്തിനെ തുടർന്ന് കൂകി വിളി നടത്തിയിരുന്നു. ആ ഒരു ചർച്ചയാണ് പിന്നീട് ഇത് വഴിതെറ്റി പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണമായി മാറിയത്. ഇപ്പോഴും സംസാരിക്കുന്ന സമയത്ത് WCCയിലെ പല അംഗങ്ങളും സംസാരിക്കുന്നത് അന്നത്തെ ആ പോയിന്റിൽ നിന്ന് അമ്മ ഇന്നത്തെ ഒരു പോയിന്റിലേക്ക് എത്തിയതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം ചർച്ചകൾക്ക് അന്ന് നേതൃത്വം കൊടുത്തിരുന്നവർക്ക് ആ ചർച്ചകളെ അങ്ങനെ മുന്നോട്ട് നയിക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു ഡ്രോബാക്കും കൂടെ അല്ലേ? അങ്ങനെയല്ലേ അതിനെ കാണേണ്ടത്? അമ്മയാണോ മലയാള സിനിമ ഭരിക്കുന്നത്? ആണോ? പല സംഘടനകളുണ്ട്. അമ്മ മാത്രമല്ല, ഇവിടെ പ്രൊഡ്യൂസേഴ്സ് സംഘടനയുണ്ട്, ടെക്നീഷ്യൻസിൻ്റെ സംഘടനയുണ്ട്. എല്ലാവരോടും സംസാരിക്കണമെന്നാണ്. അല്ലാതെ അമ്മയുടെ അവിടെ ഒരു 150 പേര് ഇരുന്നിട്ട് അവിടെ അവർ കുറേ പേര് എതിർപ്പ് പറഞ്ഞു എന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങ് ഇതിനെതിരായിട്ട് ഇറങ്ങാം, അങ്ങനെ അല്ല അത് വേണ്ടത്. ഇതിൽ വളരെ ഗൗരവമായിട്ട് സിനിമയെ നശിപ്പിക്കുന്നു എന്ന് കരുതുന്ന ഭയത്തോടുകൂടെ സങ്കടത്തോടെ കാണുന്ന വളരെ നന്മയുള്ള ആളുകളുണ്ട് ഇവിടെ. അവരെ ഇവർ കാണുന്നില്ല, അവരോട് ഇവർ സംസാരിക്കുന്നില്ല. ഇന്നലെ അവർ മറ്റൊരു അഭിമുഖത്തിൽ അവർ പറഞ്ഞത് എന്താണെന്ന്, ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നതിന് മുൻപ് ഞങ്ങൾ ഈ സംഘടനകളെയെല്ലാം അറിയിച്ചിരുന്നു, പക്ഷെ അവരാരും ഞങ്ങളോടൊപ്പം മുഖ്യമന്ത്രിയെ കാണാൻ തയ്യാറായില്ല. ഞാനിതെല്ലാ സംഘടനകളോടും ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, ഒരു മെയിൽ, ഒരു കത്ത് ഒന്നവരോട് കാണിക്കാൻ പറയും, ഒരു തെളിവിന് വേണ്ടി. അവരങ്ങനെ ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ഔദ്യോഗികമായി വേണമല്ലോ ക്ഷണിക്കാൻ, അല്ലാതെ വെറുതെ നമ്മൾ ഫോണിൽ കൂടെ ക്ഷണിച്ചിട്ട് കാര്യമില്ലല്ലോ. ഔദ്യോഗികമായി ഈ പറയുന്ന സംഘടനകൾക്ക് അവർ ഒരു കത്തയച്ചോ, ഞങ്ങളിങ്ങനെ ഒരു കൂട്ടായ ഒരു തീരുമാനമെടുക്കുന്നു, ഇവിടെ ഒരു സ്ത്രീ സംഘടന. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. പക്ഷേ എന്നെ വിശ്വസിപ്പിക്കാൻ മാത്രമേ എനിക്ക് പറ്റൂ. സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ ആ സംഘടനയുടെ ഭാഗവുമല്ല. എന്നെ അവർ ഉൾപ്പെടുത്തിയിട്ടും ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഞാൻ അഭിപ്രായം പറയുമ്പോൾ ഞാൻ അതിലില്ലാത്തത് കൊണ്ട് എനിക്ക് ആ സംഘടനയോട് ശത്രുതയാണെന്ന് കരുതും. പക്ഷേ അല്ല, കാരണം ഞാൻ ഏകദേശം സിനിമയിൽ നിന്ന് റിട്ടയർമെൻറ്റ് കാലഘട്ടത്തിലാണ് അങ്ങനെ ഒരു ഗ്രൂപ്പ് കൂട്ടായ്മ ഇവിടെ ഉണ്ടാവുന്നത്. ആ കൂട്ടായ്മ വന്നപ്പോൾ ഏറ്റവും സന്തോഷിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം സ്ത്രീകൾക്ക് പോയി സംസാരിക്കാൻ ഒരിടം ഉണ്ടാവുന്നുണ്ടല്ലോ. പക്ഷേ ആ ഒരു ആവേശം, ആ ഫേസ്ബുക്കിൽ എഴുതുന്ന ഒരു ആവേശം പ്രവൃത്തിയിൽ അവർ കാണിക്കുന്നില്ല എന്ന സങ്കടം മാത്രമേ എനിക്ക് അന്നുമുള്ളൂ, ഇന്നുമുള്ളൂ.